ഹലോ, അസ്സലാമലൈക്കും. രാവിലെ നീറ്റ് വാൽ തുറന്നപ്പോൾ വലിയൊരു പട്ട കിടക്കണം കേട്ടോ അടുക്കളൻ്റെ ഉമ്മർത്ത്. ഞങ്ങളെ ഈ അടുക്കളൻ്റെ ഉമ്മർത്ത് തെങ്ങിലുണ്ടല്ലോ വലിയ പട്ടയിരിക്കും. പിന്നെ നല്ല നീളമുള്ള ഓല കേട്ടോ. അപ്പം നിറയെ ഈർക്കിളി നല്ല നീളമുള്ളത് കിട്ടും. അപ്പം ഞാൻ വിചാരിച്ചു നിന്ന് ചൂലുണ്ടാക്കാന്നേ. അടിച്ചു വരുന്ന ചൂലുണ്ടല്ലോ കുറ്റിയായിട്ട് നല്ല കൊമ്പിട്ടിട്ട് വേണം മുറ്റടിക്കാൻ. എപ്പോൾ പട്ട വീണാലും ഞാൻ ആദ്യത്തെ ഈർക്കിളി ഇതേപോലെ ചിലത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടുത്തുള്ളതൊക്കെ കിട്ടില്ല. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുക്കും. പിന്നെ ഉള്ളതെന്ന് പറയുക കത്തി എടുക്കുക വേഗെളുപ്പത്തിന് എന്ന് പറയുക. കത്തി എടുത്തിട്ട് 3 4 5 അതിൻ്റെ ഉള്ളിൽ കോർക്കുക അതേപോലെ. എന്നിട്ട് വലിച്ചെടുക്കുക. ഉണ്ടാവും അതേപോലെ എടുത്താൽ ഇതുപോലെ അങ്ങനെ മൊത്തം പട്ടയും എടുക്കും. അടുത്തടുത്തൊക്കെയാണ് നല്ല സുഖം. എന്നിട്ട് ഇതെടുത്തിട്ട് ഇതേപോലെ കോർക്കുക. 3 4 5 കത്തിയിട്ടുണ്ട്. കൂർത്ത കത്തി വേണം കേട്ടോ. എന്നിട്ട് എടുത്തതിൻ്റെ ശേഷം പിന്നെ എന്ത് ചെയ്യുക, ആ പട്ടം വന്നുകൊണ്ട് വേറെടുത്ത് ഈർക്കിലിൻ്റെ എടുക്കും. ഇതേപോലെ 4 5 ഒരു ഓലയിൽ ഇങ്ങനെ കോർത്തിട്ട് വലിക്കുമ്പോഴേ പെട്ടെന്ന് ചൂലുണ്ടാക്കണ പണി കഴിയിട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ചിലവരെന്താ ചെയ്യുക ചിട്ടാ, പട്ടം വന്ന് ഓല മാത്രം എടുക്കും, കൊത്തിയെടുക്കും മടാളും കൊണ്ട്. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഈർക്കിളി ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ എന്നും ഇങ്ങനെ തന്നെ ചെയ്യാറ്. അത് വെട്ടിക്കൊണ്ടിട്ട് 2 3 കഷ്ണാക്കിയിട്ട് ഇതേപോലെ എടുത്തിട്ട് പിന്നെ ചെയ്യുന്നതിന് ശേഷം ഈർക്കിളി കോർത്തിട്ട് ആക്കിയതിന് ശേഷം അതേപോലെ 4 5 പൊട്ടിയിട്ടാണ് പിടിച്ചിട്ട് വലിക്കുക. കണ്ടോ. അപ്പോൾ എത്ര എളുപ്പം ഉണ്ടാക്കാൻ, വേഗം കഴിഞ്ഞു. കണ്ടോ. അതേപോലെ അത് വന്ന് വലിച്ചെടുക്കുക. ഈർക്കിളി മാത്രം നമ്മൾ ചീന്തിയിട്ട് ഈർക്കുണ്ടല്ലോ അത് കയ്യും കൊണ്ട് കൂട്ടി പിടിക്കുക. 4 5 എന്നിട്ട് വലിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് പറയുക, നമുക്ക് അടുപ്പിലിടാൻ എളുപ്പമാണ്. 2 കൊത്ത് കൊടുത്താൽ ഓലയും ഉണ്ടാവും തണ്ടും ഉണ്ടാവും. കത്തിക്കാൻ നല്ല എളുപ്പമല്ലേ. ഓലയിൽ നിന്ന് ഈർക്കിളിയെടുത്താലും പിന്നെയും ഇട്ട് അതിൻ്റെ തലയിൽ അതിന് കുറേശ്ശെ പിന്നെ ഓല ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മുറ്റടിക്കുമ്പോൾ അത്ര വൃത്തി തോന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യുക, അതിൻ്റെ തല ഉണ്ടാവും ഇങ്ങനെ വളഞ്ഞിട്ട് നമ്മൾ വലിച്ചെടുക്കണമല്ലേ. അപ്പോൾ ആ തലയും മുറിച്ച് കളയുക. ബാക്കിയുള്ള ഓല കണ്ടതിൽ ഓല കണ്ടോ ചെറിയ ഓല ഉണ്ടാകും. അപ്പോൾ അത് നമ്മളത് കത്തിയും കൊണ്ട് താക്കണം. അങ്ങനെ ഫുള്ളായിട്ട് ഞാനിന്ന് ചൂലുണ്ടാക്കിയിട്ടോ. ഇന്ന് രാവിലെ എന്നിട്ട് അപ്പം തന്നെ ഒരു അരമണിക്കൂറോടെ ഒരു ചൂലുണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. കണ്ട ചൂലുണ്ടാക്കൽ കഴിഞ്ഞു. ഇത് നിലത്ത് കൂടി ഒപ്പാവും മുടിക്കുന്ന ഒരു കൊട്ടിയിട്ട് ഒരു കയറിട്ടുണ്ട് കെട്ട് കണ്ടില്ലേ. ഇപ്പോൾ ചൂലായില്ലേ. എത്ര എളുപ്പമാണ് ചൂലുണ്ടാക്കാനും. അപ്പോൾ ഇത് കാശ് കൊടുത്ത് മേടിക്കണമെന്നൊന്നുമില്ല. നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലിരുന്നിട്ട് ചൂലുണ്ടാക്കാം. ഞാനങ്ങനെ ചെയ്യാറ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഓല എടുത്തിട്ട് നമുക്ക് അടുക്കള കൊണ്ട് കത്തിക്കും ചെയ്യുക. അങ്ങനെ എൻ്റെ ചൂലുണ്ടാക്കലിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇപ്പം ആ ചൂലും കൊണ്ട് ഞാൻ മുറ്റടിച്ച് കാണിച്ചാൽ നല്ല വൃത്തിയാണ്. വലിയ നീളമുള്ള ചൂലല്ലേ, എത്ര എളുപ്പമാണെന്നറിയാം മുറ്റടിക്കാൻ വല്ലാണ്ട. അപ്പോൾ നീളമുള്ള കാരണം നമുക്ക് കുമ്പിടേണ്ട ആവശ്യമല്ല. അപ്പോൾ ഞാൻ കഴിയുമ്പോൾ അതുപോലെ ഉണ്ടാക്കും. ഞാൻ പട്ടെടുത്തിട്ട് എന്ത് ചെയ്യണം, അത് 60 വരെ കൊണ്ടിട്ടിട്ട് വരട്ടോ. ബാക്കി അത് അടിച്ചു വരിയിട്ട് എന്ത് കാട്ടും, നാളെ തീപിടിപ്പിക്കാനുള്ള ഓലക്കൊടിയായി. അപ്പം എന്ത് കാട്ടുന്നത് ചുട്ടിയിട്ട് കെട്ടും. എന്നിട്ട് നാളെ ഓലക്കൊടി കത്തിക്കാനുള്ള ഓലക്കൊടിയായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ബായ്. ഞാൻ അടുക്കളയിലേക്ക് വെക്കട്ടെ കേട്ടോ.